എഡ്വേർഡ്, നീ നിന്നെ സ്വയം നോക്കൂ. അപ്പോൾ നിനക്ക് മനസ്സിലാകും നമ്മൾ രണ്ടുപേരും എത്ര നല്ല ബാൻഡാണെന്ന്. പ്ലീസ് ഹെൽപ്പ് മീ. നീ ഞങ്ങളെ വിട്ട് പോകരുത്. ഇത് നമ്മുടെ അവസാനമാകാൻ ഞാൻ സമ്മതിക്കില്ല. ഒരിക്കലും നീ ഞങ്ങളെ വിട്ട് പോകാൻ പാടില്ല. ഒരിക്കലും തോൽക്കരുത്. ഒരിക്കലും തോറ്റു പോകരുത് നീ. മിസ്റ്റർ ക്രാബ്സ് പിച്ച എടുക്കാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കരുത്. നമ്മൾ എപ്പോഴും ബിസി ആയിരിക്കണം. അദ്ദേഹത്തെ നമ്മൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. തുടക്കം മുതലേ ഇതൊരു പരാജയമാണെന്ന് ഞാൻ എങ്ങനെ കാണാതെ പോയി. ആ സ്പോഞ്ച് ബോബിന്റെ കൂടെ നിൽക്കുന്നത് എന്റെ ഹൃദയത്തിന് നല്ലതല്ല. ഏറ്റവും മോശമായ കാര്യം അതൊന്നുമല്ല. സൂപ്പർ മാർക്കറ്റ്, റിട്ടയർമെന്റ് ഹോം, കുട്ടികൾക്കുള്ള ബർത്ത്ഡേ പാർട്ടി, എന്റെ മ്യൂസിക് കരിയർ ഇപ്പോഴേ അവസാനിച്ച പോലെയുണ്ട്. ഞാൻ തോറ്റു കഴിഞ്ഞു. ഇനി ഒന്നിലും ഒരു കാര്യവുമില്ല. മിസ്റ്റർ ക്രാബ്സ് ബാങ്ക്രപ്റ്റ് ആയേ പറ്റൂ. അപ്പോൾ ഞാൻ ബിസി ആയിരിക്കും. കണ്ടില്ലേ, മിസ്റ്റർ ക്രാബ്സിന് നമ്മുടെ സഹായം അത്യാവശ്യമാണ്. ഒന്നിച്ചു നിന്നാൽ വൻ വിജയം ഉറപ്പാണ്. നമ്മൾ ഇവിടെ തോൽക്കാൻ പാടില്ല. ഞാൻ എനിക്ക് തന്നെ വാക്ക് കൊടുത്തു പോയി, ഇനി കണ്ണുനീർ പൊഴിക്കില്ലെന്ന്. ഇവിടെ ഇപ്പോൾ ഭയങ്കര തണുപ്പായി കഴിഞ്ഞു. വീട്ടിലെത്താൻ ഇനി 400 കിലോമീറ്റർ ഉണ്ട്. എന്റെ കാലുകൾ നന്നായി വേദനിക്കുന്നു. ടെൻഡിക്ലൈറ്റിസ് സിവിയർ ആയി കഴിഞ്ഞു. വേറെ വഴിയില്ല. ഈ പിന്മാറും പരിപാടിയിൽ നിന്ന് എനിക്ക് പിന്മാറിയേ പറ്റൂ. ഇപ്പോൾ ഇതാ ഞാൻ തിരിഞ്ഞു നടന്നിട്ട് ഉയർത്തെഴുന്നേൽക്കാൻ സമയമായി. വലിയൊരു ശ്വാസമെടുക്കണം. ഇമോഷണലായിട്ട്. കാരണം എന്റെ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. വാവ്, അത് ശരിക്കും അടിപൊളിയായിരുന്നല്ലോ.